അടുക്കളയിൽ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലികൾ വളരെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ ടിപ്പുകളും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, ബ്രെഡിൻ്റെയൊക്കെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് 1-2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം ഇതുപോലെ പാക്കറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകും. ബ്രെഡ് വാങ്ങുന്ന സമയത്ത് ഒരു ടോയിൻ ഉണ്ടാവും. ഇതുപോലൊരു ടോയിൻ വെച്ചിട്ട് കെട്ടിയായിരിക്കും നമുക്ക് തരുന്നത്. 2-3 പ്രാവശ്യം തുറന്ന് കഴിയുമ്പോഴേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പം അങ്ങനെ മിസ്സാവുന്ന സമയത്ത് ബ്രെഡിൻ്റെ പാക്കറ്റ് തുറന്നിരിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ മൂടി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ പാക്കറ്റിനുള്ളിൽ എയർ കയറത്തില്ല, അതുപോലെ തന്നെ പെട്ടെന്നൊന്നും പൂത്തു പോകത്തില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇതേ കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ബ്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകിയേക്കണേ. അടുത്ത ടിപ്പിലേക്ക് പോകാം. ചില സമയങ്ങളിൽ നമ്മൾ വീട്ടമ്മമാർ രാത്രിയിൽ കടല, ഗ്രീൻ പീസൊക്കെ കുതിരാനിടാനായിട്ട് മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ കറി ആയാലും കടലക്കറി ആയാലും റെഡിയാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഗ്രീൻ പീസാണ് കേട്ടോ കാണിക്കുന്നത്. ആവശ്യമുള്ളത്രയും ഗ്രീൻ പീസ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് നല്ലപോലെ 1-2 വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നേക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഗ്രീൻ പീസ് പോലെ തന്നെ നമുക്ക് കടലയും ഈ രീതിയിൽ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. 4-5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് നല്ലതുപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഗ്രീൻ പീസ് മാറ്റി കൊടുക്കാം. ഇതുപോലുള്ള കണ്ടെയ്നർ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചാലും മതി. ഞാനിപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് എല്ലാം ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുതിർന്ന ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിർത്ത് വരും കേട്ടോ. അപ്പം കടലയായാലും നിങ്ങൾ ഈ ഒരു രീതി ചെയ്താൽ മതി. ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ രാത്രിയിൽ ഗ്രീൻ പീസ് ആയാലും കടലയായാലും കുതിരാനിടാൻ മറന്നാലും പ്രശ്നമില്ല കേട്ടോ. എപ്പോഴാണോ നമുക്ക് കറി വെക്കേണ്ടതെന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കുക്കറിലേക്ക് ആക്കി കറി തയ്യാറാക്കാവുന്നതാണ്. അച്ചാർ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെയൊക്കെ നമ്മൾ അച്ചാർ തയ്യാറാക്കിയാലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ പെട്ടെന്ന് പൂത്തു പോകുന്നു എന്നുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മളിപ്പം തയ്യാറാക്കുന്ന ഈ ഒരു അച്ചാറിൻ്റെ വീഡിയോ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഒരു വർഷം വരെ വിനാഗിരി ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന അച്ചാറാണിത്. ഇതുപോലെ അച്ചാർ തയ്യാറാക്കിയെടുത്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അച്ചാറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും പൂപ്പൽ വരത്തില്ല കേട്ടോ. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറൊരു എണ്ണയും ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു അച്ചാറിലേക്ക് നമ്മൾ ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല കേട്ടോ. വിനാഗിരി പോലും ചേർക്കാണ്ട് ഒരു വർഷം വരെ കേടാകാതെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണ്. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാനായിട്ട് മറക്കരുതേ. മാമ്പഴക്കാലമൊക്കെ ഏകദേശം കഴിയാറായി. മാങ്ങയൊക്കെ തീർന്നു പോകുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ മാങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. 2-3 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാമ്പഴം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം റെസിപ്പി തയ്യാറാക്കുന്നോ അതെല്ലാം ഇത് വെച്ച് തയ്യാറാക്കാവുന്നതാണ്. മാംഗോ ജ്യൂസ് ആയാലും ഷേക്ക് ആയാലും അതുപോലെ തന്നെ കേക്ക്, പുഡിങ് എല്ലാം നമുക്ക് മാമ്പഴ പുളിശ്ശേരി പോലും ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ പഴുത്തിട്ടുള്ള കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാ വർഷവും ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാമ്പഴം കിട്ടാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല മാമ്പഴത്തിൻ്റെ ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ ഷേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കൊണ്ട് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. കുറച്ചധികം മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരച്ച പൾപ്പ് നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട്.
ഇതുപോലെ കുറച്ച് ഉള്ളുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് തെറിക്കത്തില്ല കേട്ടോ. മാമ്പഴം ചൂടായി വരുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിച്ച് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് സൂക്ഷിച്ച് വേണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 5-10 മിനിറ്റോളം നല്ല പോലെ കുറുക്കി അതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അംശം മാറ്റിയെടുക്കണം. ഇതേപ്പം നമ്മുടെ ആ ഒരു മാമ്പഴത്തിൻ്റെ പൾപ്പ് നല്ല പോലെ കുറുകി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ നമുക്ക് മാമ്പഴം ഉപയോഗിക്കാനായിട്ട് പറ്റും. മാമ്പഴം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെല്ലാം റെസിപ്പി തയ്യാറാക്കുന്നോ അതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. സ്റ്റോർ ചെയ്യാനെടുക്കുന്ന ബോട്ടിലുകളിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത ബോട്ടിലുകളിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ കഴിഞ്ഞ് മാങ്ങയൊന്നും കിട്ടാനില്ലാത്ത സമയത്ത് നമുക്ക് ഇതിൽ നിന്നെടുത്ത മാമ്പഴ പുളിശ്ശേരി ആയാലും ജ്യൂസ് ആയാലും എന്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇത് കേടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും കണ്ണും പൂട്ടി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.